മെക്സാലോജി കേസിൽ ഇ.ഡി. അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സി.എം.ആർ.എല്ലിന് താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച അന്തിമ ഉത്തരവ് വരും വരെ സി.എം.ആർ.എല്ലിനെതിരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വീണ തൈക്കണ്ടിക്കോ മറ്റു കക്ഷികൾക്കോ താൽക്കാലിക സ്റ്റേ ബാധകമാകില്ല. അന്വേഷണം നടത്താമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ടാണ് സി.എം.ആർ.എൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ പ്രതിഫലം നൽകി എന്നതാണ് സി.എം.ആർ.എല്ലിനെ ഇ.ഡിയുടെ റഡാറിലാക്കിയത്. നേരത്തെ ഇ.ഡി അന്വേഷണത്തിനെതിരെ സി.എം.ആർ.എൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്വേഷണവുമായി ഇ.ഡിക്ക് മുന്നോട്ട് പോകാം എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി.എം.ആർ.എൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. രാവിലെ ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല. വിശദമായ വാദം കേൾക്കാമെന്നും പിന്നീട് വിധി പറയാമെന്നും കോടതി നിലപാട് അറിയിച്ചു. തുടർന്നാണ് വെള്ളിയാഴ്ച വരെ സി.എം.ആർ.എല്ലിന് എതിരായ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഇ.ഡിയോട് നിർദ്ദേശിച്ചത്. വെള്ളിയാഴ്ച കേസിൽ അന്തിമ വിധി പറയും. സി.എം.ആർ.എല്ലിനെ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങളിലേക്കെങ്കിലും ആശ്വാസകരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സി.എം.ആർ.എല്ലിന് മാത്രമാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ബാധകമാവുക. വീണ തൈക്കണ്ടിക്കോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് ഏതെങ്കിലും കക്ഷികൾക്കോ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം ബാധകമാവില്ല. ഇക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം സി.എം.ആർ.എൽ മാത്രമാണ് ഇത്തരത്തിൽ അന്വേഷണം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, കെ.വി. ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് സി.എം.ആർ.എല്ലിന്റെ അപ്പീൽ പരിഗണിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. എന്നാൽ ഈ കേസിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളതായിരുന്നു സി.എം.ആർ.എൽ ഉയർത്തിയ പ്രധാന ചോദ്യം. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുകയല്ലേ സി.എം.ആർ.എൽ ചെയ്യേണ്ടത് എന്ന് ഡിവിഷൻ ബെഞ്ച് തിരികെ ആരാഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കോടതിയിൽ ഹാജരായത്. കഴിഞ്ഞ ദിവസം കേരളത്തിന് ഉള്ളിലും പുറത്തുമായി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി.എം.ആർ.എൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ഉടമസ്ഥരുടെ വീടുകളിലും ഉൾപ്പെടെ പരിശോധനകൾ നടത്തി രേഖകൾ കരസ്ഥമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനിരിക്കെയാണ് താൽക്കാലികമായെങ്കിൽ കൂടി 4 ദിവസത്തേക്ക് സി.എം.ആർ.എല്ലിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ആശ്വാസം നൽകുന്ന വിധി ലഭിച്ചിരിക്കുന്നത്.